നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഗാന്ധിനഗർ SHO ടി ശ്രീജിത്ത് ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ടെത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. വളരെ പ്രമാദമായിട്ട് കേസ് പെട്ടെന്ന് സമർപ്പിച്ചു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ? 11-ാം തീയതിയാണ് റിപ്പോർട്ടായത്. ഇപ്പം 47 ദിവസമായി. 47 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തിട്ടുണ്ട്. കോടതി വെരിഫൈ ചെയ്ത് അത് ചാർജ് പിടിച്ചിട്ടുണ്ട്. ഈ കൂടുതൽ പ്രതികളൊന്നും ഇല്ലല്ലോ? ഇല്ല. ആ പിടിച്ച പ്രതികൾ തന്നെയാണ് അന്വേഷണത്തിൽ തെളിവായിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്നാണ് ഇത് ബാക്കി ഇതിന്മേലുള്ള കുറ്റപത്രത്തിനുള്ള വാദവാദത്തിൽ തീരുമാനം? അതെ, അത് ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. 45 ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ 40ഓളം സാക്ഷികളും 32 രേഖകളുമാണുള്ളത്. ഇരകളായ 6 വിദ്യാർത്ഥികളാണ് പ്രധാന സാക്ഷികൾ. വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പ്രധാന തെളിവാണ്. കേസിൽ 5 പ്രതികളാണുള്ളത്. മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, കോട്ടയം മൂന്നിലവ് സ്വദേശി സാമുവൽ ജോൺസൺ, വയനാട് നടവയിൽ സ്വദേശി NS ജീവ, മലപ്പുറം മഞ്ചേരി സ്വദേശി C റിജിൽ ജിത്ത്, കോട്ടയം കോരുത്തോട് സ്വദേശി NV വിവേക് എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവർ നിലവിൽ റിമാൻഡിലാണ്. അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവമായിരുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ്. അതായത് വളരെ ക്രൂരമായിട്ടായിരുന്നു വിദ്യാർത്ഥികളെ ഇവർ റാഗ് ചെയ്തുകൊണ്ടിരുന്നത്. ശരീരമൊക്കെ മുറിവേൽപ്പിച്ചുകൊണ്ടും മാത്രമല്ല സ്വകാര്യ ഭാഗങ്ങളിൽ മറ്റു പലതും തൂക്കിയിട്ടുകൊണ്ടുമുള്ള അത്തരത്തിൽ ക്രൂരവും പൈശാചികവുമായ രീതിയിലായിരുന്നു റാഗിംഗ് നടന്നുകൊണ്ടിരുന്നത്. വീഡിയോ അടക്കം പുറത്തു വന്നതാണ്. അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. എന്തായാലും പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. നിർണായക കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും വളരെ വലിയ വിവാദമായൊരു സംഭവമാണ്. സംഭവത്തെ തുടർന്ന് ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ രംഗത്ത് വന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല ഈ കേസിൽ വലിയ രീതിയിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്തു. പ്രതികളെ അറസ്റ്റ് ചെയ്ത് അവർക്ക് തക്ക ശിക്ഷ നൽകണമെന്ന ആവശ്യം ശക്തമായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ കൂടി കാണാം.